ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് നിരവധി ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങളിൽ അതുപോലെ പൊതുമണ്ഡലങ്ങളിൽ വികസിക്കുന്നുണ്ട്. പ്രതിപക്ഷവും പല മാധ്യമങ്ങളും പലരും നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്: എന്തുകൊണ്ട് സർക്കാർ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുന്നില്ല? എന്താണ് നിയമ നടപടിക്കുള്ള തടസ്സം? മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം 2 ദിവസം മുമ്പ് നടത്തിയിരുന്നു. ആരെങ്കിലും പരാതിയുമായി മുമ്പോട്ട് വന്നു, എത്ര പ്രമുഖനാണെങ്കിലും അയാൾക്കെതിരെ ഗവൺമെൻറ് നടപടി സ്വീകരിക്കും. ഇതാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുൻകാലങ്ങളിൽ നടന്ന സെക്ഷൽ അബ്യൂസ്, ലൈംഗിക അതിക്രമം അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയോ കമ്മീഷനോ അല്ല ഹേമ കമ്മിറ്റി. തൊഴിലിടത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ലൈംഗികാതിക്രമമാണ്. അതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ ആ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ മാധ്യമങ്ങളും മറ്റ് ആളുകളും ഇവിടെ ഇതിലുള്ള ആളുകൾ ആരാണ് കതക് മുട്ടിയത്, ആരാണ് മൊഴി കൊടുത്തത്, ഇത്തരം വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് റിപ്പോർട്ടിൻ്റെ അന്തസത്ത, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ സെക്ഷൽ ഹറാസ്മെൻറ്റ് നേരിട്ട ആളുകളുടെ മൊഴികളും തെളിവുകളും എല്ലാം സമർപ്പിക്കുന്നത് സ്വകാര്യത മാനിക്കപ്പെടും എന്ന ഉറപ്പിലാണ്. ഇത്തരം കേസുകളിൽ ഇരയുടെ പേര് വെളിപ്പെടുത്താതെയാണല്ലോ നിയമ നടപടികൾ സാധാരണ സ്വീകരിക്കാറുള്ളത് എന്ന് ചിലർ വാദിക്കുന്നതും കേട്ടു. അവർ ഇത്തരം നിയമ നടപടികൾക്ക് വേണ്ടിയാണോ കമ്മീഷനെ അല്ലെങ്കിൽ കമ്മിറ്റിയെ സമീപിച്ചത്? ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. തങ്ങൾക്ക് നേരിട്ട വിഷയങ്ങൾ പറഞ്ഞ് നിയമ നടപടിയുമായി, കേസുമായി, കോടതിയുമായി മുമ്പോട്ട് പോകാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. മാത്രമല്ല, നമ്മുടെ മുമ്പിൽ ക്ലാസിക് എക്സാമ്പിളായി നടി ആക്രമിക്കപ്പെട്ട കേസുണ്ട്. കേരളത്തിൽ പ്രമാദമായ പകൽ വെളിച്ചത്തിൽ ഏറ്റവും ഹീനമായ ഒരു കുറ്റകൃത്യം പ്രമുഖയായ ഒരു നടിക്കെതിരെ ഉണ്ടായിട്ട് അവർക്ക് ആത്യന്തികമായ നീതി വാങ്ങിക്കൊടുക്കാൻ നിയമ സംവിധാനത്തിനോ സാധിച്ചിട്ടില്ല. ഏറ്റവും സുപ്രധാനമായ രേഖ, അവരുടെ സ്വകാര്യതയെ സംബന്ധിച്ച രേഖ, കോടതിയിൽ നിന്ന് നിരവധി തവണ ആക്സസ് ചെയ്യപ്പെടുകയും ചോർത്തപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ പോലും നീതിയും ന്യായവും പരമമായ സത്യവും എന്താണെന്ന് പറഞ്ഞ് കുറ്റവാളിയെ ശിക്ഷിക്കാൻ, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഇവിടെയുള്ള നിയമ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. വിചാരണഘട്ടങ്ങളിൽ വീണ്ടും മൊഴി കൊടുത്ത ആളുകളെ വലിയ ട്രോമയിലൂടെ, മാനസിക സംഘർഷങ്ങളിലൂടെ കടത്തിവിടാനല്ലാതെ ഈ ആളുകൾക്കെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിച്ച് ശിക്ഷ നടപ്പാക്കാൻ കഴിയുമെന്ന് ആർക്കാണ് ഉറപ്പ് നൽകാൻ കഴിയുക? ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയമായ അല്ലെങ്കിൽ അപ്രായോഗികമായ വാദങ്ങളും വാദമുഖങ്ങളും നിരത്തുന്നത് അനാശാസ്യമാണ്. ഈ കമ്മീഷൻ നിയമിക്കപ്പെട്ടത് കേസെടുക്കാനോ നിയമ നടപടികൾ സ്വീകരിക്കാനോ ലൈംഗിക അതിക്രമങ്ങൾ നേരിട്ടവർക്ക് നീതി വാങ്ങിക്കൊടുക്കാനോ അല്ല. പോയ കാലത്ത് ഉണ്ടായ സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് അതിന്മേൽ നടപടികളും കേസുകളും എടുത്താൽ എന്തായിരിക്കും അനുഭവമെന്ന് ഇന്ത്യയിലെ മീറ്റു സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മീറ്റുവിൽ പരാതി പറഞ്ഞ ആളുകൾ വീണ്ടും അവർ ക്രൂശിക്കപ്പെടുകയും ജനങ്ങളാൽ തിരസ്കരിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. പീഡകന്മാരായ, സംശയത്തിൻ്റെ നിഴലിലുള്ള, ആൺകോയ്മ കാണിക്കുന്ന പ്രബലരായ വേട്ടക്കാരെ അണിനിരത്തി ഇരകൾക്കൊപ്പം കോൺക്ലേവ് നടത്തുക എന്നത് ഗവൺമെൻറ് പറയുന്നത് ഏറ്റവും ശുദ്ധമായ അന്യായമാണ്, അനുവദിക്കാൻ കഴിയാത്ത കാര്യമാണ്.
4.5 വർഷം ആ റിപ്പോർട്ട് പുറത്തുവിടാതെ വലിയ രീതിയിൽ അന്യായം ചെയ്ത ഗവൺമെൻറ് ഇനിയും ഈ ഇരകളോട് അനീതി കാണിക്കരുത്. മറ്റു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.